ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അഗസ്തിപ്പൂ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇത്ര അഗസ്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആ ഞെട്ടിൻ്റെ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ആ പൂവിൻ്റെ അകത്തുള്ള ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമ്മുടെ സാധാരണ വെജിറ്റബിൾസിലൊക്കെ കാണുന്ന ചെറിയൊരു പുഴു ചിലപ്പോൾ ഇതിലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ പൂവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞെട്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അഗസ്ത്യച്ചീര തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും കുഴഞ്ഞു പോവും. അപ്പോൾ മാക്സിമം വെള്ളമെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട സവാള കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ആദ്യം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അഗസ്തിപ്പൂവ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. എണ്ണയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ച് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചീര വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് എല്ലാം കൂടി മിക്സായി കിട്ടാനായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചീര ഒന്ന് വാടി വന്നിട്ടുണ്ട്. വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ കളർ മാറി വരും. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചീര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.